ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഈ വീഡിയോ പഠിക്കാൻ പോകുന്നത് സ്പ്രെഡ് ഓപ്പറേറ്റർ ഉപയോഗിച്ച് ഒരു അറേ ക്രിയേറ്റ് ചെയ്തത് പ്രിന്റ് ചെയ്യുന്നതാണ്. റിയാക്ട് ഫങ്ഷണൽ കമ്പോണന്റ് വിത്ത് എക്സ്പോർട്ട്. നമുക്ക് ആദ്യം ഒരു ടെക്സ്റ്റ് ബോക്സ് ക്രിയേറ്റ് ചെയ്യാം, ഒരു ബട്ടൺ കൂടെ ക്രിയേറ്റ് ചെയ്യാം. ഇനി നമുക്കിവിടെ ഒരു ഡിവ് കൂടെ വയ്ക്കാം. ഈ ഡിവിലായിരിക്കും റിസൾട്ട് പ്രിന്റ് ചെയ്യുന്നത്. ഇനി അടുത്ത് നമുക്ക് ഒരു യൂസറഫ് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ txt_ref useref എന്ന് പറയുന്നു. ഇവിടെ നമ്മൾ null കൊടുത്ത് ഇനിഷ്യലൈസ് ചെയ്യുന്നു. ഈ txt_ref നമ്മൾ ടെക്സ്റ്റ് ബോക്സിൽ വെക്കുകയാണ്. നമ്മൾ റഫ് എന്ന് ഉള്ള ആട്രിബ്യൂട്ട് യൂസ് ചെയ്യുക. അതിനുശേഷം കർലി ബ്രാക്കറ്റിനകത്ത് txt_ref എന്നുള്ള അടുത്ത് നമ്മൾ ഒരു യൂസ് സ്റ്റേറ്റ് വേരിയബിളും അതിന് ഫംഗ്ഷനും ക്രിയേറ്റ് ചെയ്യണം. യൂസ് സ്റ്റേറ്റ് വേരിയബിൾ അറേ ആയിരിക്കും. സോ ഇവിടെ ഞാൻ ഐറ്റംസ് എന്ന് കൊടുക്കുന്നു. അതിന് വേണ്ടിയുള്ള ഫംഗ്ഷൻ്റെ പേര് ഞാൻ സെറ്റ്. ഇവിടെ നമ്മൾ യൂസ് സ്റ്റേറ്റ് പറയുന്ന യൂസ് സ്റ്റേറ്റ് വേരിയബിൾ ആണ്, അതുകൊണ്ട് യൂസ് സ്റ്റേറ്റ് എന്ന് പറയുക. ഇത് ഐറ്റംസ് എന്നുള്ളത് അറേ ആയതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, സ്ക്വയർ ബ്രാക്കറ്റ് കൊടുക്കുന്നു, ക്ലോസ് ചെയ്യുന്നു, എംപ്റ്റി സ്ക്വയർ ബ്രാക്കറ്റ്. ഇനി നമ്മളിവിടെ ഒരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ നമ്മൾ ഓൺ ക്ലിക്ക് കൊടുക്കുക. ഇതിനകത്തൊരു ഫംഗ്ഷൻ btn. ഈ ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടും ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ. എന്തെങ്കിലും ഈ ടെക്സ്റ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്ത് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പം നമ്മൾ ഇവിടെ ഒരു ഫംഗ്ഷൻ കോൾ ചെയ്യപ്പെടണം. അതിനായിട്ടൊരു ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യുക. ഇവിടെ കോൺസ്റ്റൻറ്റ് btn ക്ലിക്ക് എന്ന് പറയുക ഈക്വൽസ്. ഇവിടെ ഒരു ആരോ ഫംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യാം. ഇതിനകത്ത് നമ്മളിവിടെ സെറ്റ് ഐറ്റംസ് കോൾ ചെയ്യുന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആദ്യം നമ്മൾ പറയേണ്ടത് ഐറ്റംസ് എന്ന് പറയുക. അതിലോട്ടാണല്ലോ നമുക്ക് വാല്യൂ വരേണ്ടത്. ഇവിടെ നമ്മൾ ആരോ ഫംഗ്ഷൻ പറയുക. ഇവിടെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ് പറയുക. കാരണം അറയാണ്, അറയ്ക്കകത്തോട്ട് വാല്യൂ വെക്കേണ്ടത്. അതിന് നമ്മൾ എന്ത് ചെയ്യണം, പ്രീവിയസ് വാല്യൂ സ്റ്റോർ ചെയ്യപ്പെടണം. അതായത് പഴയ വാല്യൂ നമ്മൾ പോകാതെ വേണം വയ്ക്കാൻ. 3 ഡോട്ട് ഇടുക. ഇത് സ്പ്രെഡ് ഓപ്പറേറ്റർ എന്ന് പറയും. ഇത് വെച്ചിട്ട് നമ്മൾ ഐറ്റംസ് എന്ന് പറയുക. അപ്പോൾ പഴയ വാല്യൂ ഇത് റീറ്റെയിൻ ചെയ്തോളൂ. കൂടാതെ പുതിയ വാല്യൂ വയ്ക്കാം. പുതിയ വാല്യൂ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അത് txt_ref-ലായിരിക്കുന്നത്. txt_ref-ലെ കറണ്ട് ഡോട്ട് വാല്യൂ എന്ന് പറഞ്ഞാൽ മതി. അതിനുശേഷം നമുക്കതൊന്ന് പ്രിൻറ്റ് ചെയ്യാം. ഈ ഡിബിനകത്ത് കർലി ബ്രാക്കറ്റ് ഇടുക. ഇവിടെ ഐറ്റംസ് പറയുക, ആ അറേ പറയുക. ടു സ്ട്രിങ് എന്ന് പറഞ്ഞാൽ അത് കോമയിട്ട് സ്ട്രിങ് ആയിട്ട് വന്നോളൂ. ഇതൊരു ഫംഗ്ഷനാണ്. നമുക്കിനി ബ്രൗസറിലൊന്ന് ചെക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ടെക്സ്റ്റ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്, ബട്ടൺ വന്നിട്ടുണ്ട്. നമുക്കിവിടെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യാം. ഞാനിവിടെ കാർ എന്ന് ടൈപ്പ് ചെയ്യുന്നു. കണ്ടത് താഴെ വന്നിട്ടുണ്ട്. അടുത്ത വേറെ എന്തെങ്കിലും ഒന്ന് ടൈപ്പ് ചെയ്യുന്നു. ഇവിടെ ബസ് എന്ന് ഞാൻ ടൈപ്പ് ചെയ്യുന്നു. സേവ് കൊടുക്കുന്നു. ഇപ്പോൾ കണ്ടത് കോമയിട്ട്